ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിമാസ് റെസിപ്പി. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ മീനച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലാസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാലാസ് എല്ലാം മീനിലോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം അടച്ചു വെക്കാം. അപ്പോഴേക്കും ഈ മസാലയെല്ലാം മീനിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഒരു ഫ്രൈങ് പാനിലേക്ക് മീൻ വറുക്കുന്നതിനാവശ്യമായുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ അതിൽ നിന്നും കുറച്ചെടുത്ത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലെണ്ണയിലാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഏകദേശം 15 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന മീനാണ് ചേർക്കേണ്ടത്. മീൻ ഈ മസാല കൂട്ടിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കായപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 50 ml വിനീഗർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ തയ്യാറായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.